ഓൾ വെൽക്കം ബാക്ക് ടു ജിൽസ് വ്ലോഗ്. ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മദറിലോയ്ക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. അമ്മ ആര് വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഞൊണ്ടിയിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും, അമ്മമാരുടെ ഫേവറേറ്റ് ഐറ്റം കുക്കറപ്പം. പക്ഷെ ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇന്ന് ചെയ്യണമെന്ന് തോന്നി. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കുക്കറപ്പം തയ്യാറാക്കാൻ ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ആണ് പച്ചരി എടുത്തിരിക്കുന്നത്. 4-5 മണിക്കൂർ കുതിർക്കാൻ ഇട്ടതാണ്. ഇതിപ്പോൾ ഏകദേശം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ മുറി ചിരവി വെച്ചതാണ്. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ജീരകവും 5-6 ഏലക്കയുമാണ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അത് ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ പാനിയാണ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ജാർ എടുത്തു. അതിൽ തേങ്ങയും ജീരകവും ഏലക്കയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം കൂടാനും കുറയാനും പാടില്ല. അപ്പം അരിയുടെ മുകളിലായി നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. 2 ശർക്കരയാണിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഒരു 1/4 വെള്ളമാണ് ചേർക്കുന്നത്. ശർക്കര പാനി തയ്യാറായാൽ തിളച്ച ഉടനെ നമ്മൾ ഓഫാക്കുക. ഈ തിളച്ചത് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കുകയും വേണം. ഇനി നമുക്ക് ഏത് കുക്കറിലാണോ വെക്കുന്നത് അത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഞാനിവിടെ അലുമിനിയത്തിൻ്റെ 5 ലിറ്റർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1 സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നു. തേങ്ങ നന്നായി ഒരു ഗോൾഡൻ കളറായി വരണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ തീയിട്ട് കൊടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡ് കളറാകുമ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കണം. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ടേസ്റ്റൊക്കെ ഒരുപോലെ ആകാൻ വേണ്ടി കുറച്ച് ഒരു നുള്ള് ഉപ്പും പിന്നെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ഈ ചൂടായതുകൊണ്ടാണ് അപ്പോൾ തന്നെ ചേർക്കുന്നത്. ചേർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കുക്കറിലേക്ക് ഇത് ഒഴിക്കണം. മാവ് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് നമുക്ക് ചൂടാക്കാം. അതിനുശേഷം അതിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് മൂടി വെക്കാം. ഈ സമയം നമ്മൾ കുക്കറിൻ്റെ മൂടി ഊരി മാറ്റി വെക്കണം. എന്നിട്ട് തീ നമ്മൾ ലോ ഫ്ലെയിമും ഹൈ ഫ്ലെയിമും അല്ല, ഇതിൻ്റെ നടുക്ക് ഒരു മീഡിയത്തിലാക്കി വെക്കുക. ചൂടായി വരുമ്പോൾ നമുക്ക് കാണാം പ്രഷർ വാൽവിലൂടെ കുമിളകൾ വരുന്നത് കാണാം. ഒരു 5-10 മിനിറ്റോട് അടുക്കുമ്പോൾ നമുക്ക് ആ പ്രഷർ വാൽവിലൂടെ നന്നായിട്ട് ആവി പൊന്തി വരുന്നത് കാണാം. ഈ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക. അടുപ്പ് തുറക്കാതെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടുപ്പ് തുറന്നതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ആ സൈഡിൽ കൂടെ ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഒന്ന് വട്ടത്തിലാക്കി കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി വെക്കാം. ഇതിപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നല്ല ലെയറായി വന്നിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്